എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഈസി ആയിട്ടുള്ള പനീർ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് തൈരാണ് ആവശ്യം. ഒരു 1/4 കപ്പ് അളവിൽ ഏകദേശം 4 ടേബിൾ സ്പൂൺ തൈര് എടുക്കാം. 1/2 ടീസ്പൂണിൽ താഴെ ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. തൈരിന് പുളി ഉണ്ടെങ്കിൽ നാരങ്ങാനീര് നമ്മൾ ചേർത്ത് കൊടുക്കണ്ട. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കസ്തൂരി മേത്തി കൂടെ പൊടിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ മസാലക്കൂട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റ് നോക്കാം. അതിനുശേഷം ഞാനിവിടെ 200 ഗ്രാം പനീർ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത പനീർ നമ്മൾ ഫ്രീസറിലോട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോഴേക്കും മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കും. 30 മിനിറ്റിന് ശേഷം ഈ പനീറൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ നെയ്യിലാണ് പനീർ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യിലോ ബട്ടറിലോ അതും അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിലോ നമുക്ക് ഈ ഒരു പനീർ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്ലെയിമൊക്കെ മീഡിയം ആക്കിയതിന് ശേഷം മാത്രമേ പനീർ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് പനീറൊക്കെ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. അധികം ഓയിലിൻ്റെയോ അല്ലെങ്കിൽ നെയ്യുടെയോ ഒന്നും ആവശ്യമില്ല. 1-2 ടീസ്പൂൺ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പനീർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പനീറൊക്കെ ഓരോ പീസ് ഇട്ടതിന് ശേഷം അഡീഷണലായിട്ട് വന്ന ഒരു മസാലയും കൂടെ ഞാൻ ഈ ഒരു ഫ്രൈ ചെയ്യുന്ന പാനിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നോർമൽ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഒരു 2-3 മിനിറ്റ് കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ ഇതൊന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരാനായിട്ട്. 1-2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇട്ട വശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഈ 4 വശങ്ങളും തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്ക് ഈ പനീറിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 4 മുതൽ 5 മിനിറ്റിൽ തന്നെ നമുക്ക് പനീറൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ ഫ്രൈഡ് റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്